ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ അച്യുതനും അലോകും കൂടി ധർമ്മനെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എടാ അലോകെ, അനുശ്രീ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവളെ വെച്ചുകൊണ്ട് ആ ദേവമംഗലത്തുള്ളവരെയൊക്കെ തകർക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ അവളിവിടെ വന്നിട്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. ഇപ്പം നോക്കിക്കേ, ദൈവമായിട്ടാ ധർമ്മന് ഇങ്ങനൊരു ബുദ്ധി തോന്നിച്ചത്. അവനവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ അവനെ വെച്ചിട്ട് നമുക്ക് പല കളികളും കളിക്കാം എന്ന് പറയാം. അച്ഛാ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇത് ചെറിയച്ഛനും ആ ബാലനും കൂടിയുള്ള ചുറ്റിക്കളിയാണെന്നാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതോ അനുശ്രീയുടെ ക്ഷേമം അന്വേഷിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഇവിടെ നിർത്തി തകർക്കാനോ ചെറിയച്ഛൻ മനഃപൂർവ്വം ഇവിടേക്ക് വന്നതാണെങ്കിലോ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ദേവമംഗലത്തുള്ളവർ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലുമല്ല. ധർമ്മൻ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതുമാത്രമല്ല, ഇത് ശരിക്കും ആ ബാലനോടും ഗോമതിയോടും പിണങ്ങി തന്നെ അവൻ ഇറങ്ങിപ്പോന്നതാ. അവനെ വെച്ചിട്ട് പല കളികളും നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇനി ആ ദേവമംഗലത്തുള്ളവര് തകരുന്നത് നമുക്ക് കൺകുളിർക്ക് കാണാം എന്ന് പറയാം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, ആ ബാലന്റെ സ്റ്റോറില്ലേ, ഗോമതി സ്റ്റോർ, ആ പരിസരത്തെങ്ങും വേറെ പലചരക്ക് കടകളൊന്നുമില്ല. അവിടെ അവന് ഏറ്റവും കൂടുതൽ കച്ചവടം കിട്ടുന്നത്. അതിന് കാരണം എന്താ? മറ്റ് കടകളില്ലാത്തത്. അത് വെച്ച് വേണം നമ്മൾ കളിക്കാൻ. അവൻ്റെ ആ കച്ചവടം തന്നെ ആദ്യം നമ്മൾ പൂട്ടിക്കണം. അവൻ്റെ മർമ്മത്തിന് തന്നെ അടിക്കുന്നത് പോലെ ഇരിക്കും. അതോടുകൂടി ഗോമതി സ്റ്റോർ ബാലന്റെ അഹങ്കാരം പൂർണ്ണമായിട്ടും തീരും എന്ന് പറയുകയാണേ. ഇതേസമയം ഇന്ദ്രാമയും അനുശ്രീയും ഇന്ദ്രാമയുടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ദ്രാമയ്ക്ക് ഇപ്പം നടന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അനുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ. എന്നിട്ട് അമ്മമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? മാമൻ എന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. അല്ലാതെ വീട്ടിൽ അച്ഛനോ അമ്മയോ ഒരിക്കലും മാമനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. ധർമ്മൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല. തോന്നലുകളും ഊഹങ്ങളും അവൻ ഒരിക്കലും കാര്യമായിട്ട് എടുക്കാറുമില്ല. ഇതിപ്പം അവന് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതാ ഇങ്ങനെ സംഭവിച്ചത്. ഗോമതിയും ബാലനെ ഉപേക്ഷിച്ച് അവൻ ഇങ്ങോട്ട് വരണമെങ്കിൽ അവൻ അത്രേ ആഴത്തിൽ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവണം. അല്ലാതെയൊന്നും അവൻ ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല മോളെ. ഇക്കാര്യത്തിൽ അവൻ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ തോന്നുക എന്ന് പറയാ. ഇല്ല അമ്മമ്മേ, ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. അമ്മമ്മേ, ധർമ്മമാമനും എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. അവൻ പറഞ്ഞതൊക്കെ നീ കേട്ടതല്ലേ എന്ന് അപ്പൊ ഇന്ദ്രമ്മ ചോദിക്കുക. ഇനി എന്തിനാ കൂടുതൽ വിശദീകരിക്കുന്നത് എന്ന് വീണ്ടും പറയാം ഇന്ദ്ര. ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നീ, ഇപ്പം ദേ സുകന്യയും ധർമ്മനും. ഇനിയിപ്പം ആരാണെന്ന് ആർക്കറിയാം എന്ന് പറയാം. അങ്ങനൊന്നും പറയല്ലേ അമ്മമ്മേ. ഞാൻ ഇവിടെ വന്നതിന് എൻ്റെ അച്ഛനും അമ്മയൊന്നും അല്ല ഉത്തരവാദി. അതുപോലായിരിക്കും ഇക്കാര്യത്തിലും എന്ന് പറയാം. നീ എന്തായാലും നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ, അപ്പോൾ അറിയാലോ എന്ന് ഇന്ദ്രാമ്മ പറയും. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രാമ്മ റൂമിൽ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അനുവാണെങ്കിൽ ഇപ്പോഴും തൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതേസമയം ദേവമംഗലത്ത് ദേവിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവളുടെ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കുക. റൂമിൽ ആനന്ദം ഉണ്ട്. ആ പാവം പിടിച്ച മാമനെ ഇവിടുന്ന് പുറത്താക്കിയപ്പോൾ നിനക്ക് സമാധാനം ആയോടി എന്ന് ചോദിക്കുക. എൻ്റെ ആനന്ദേട്ടാ, മാമന് 25,000 രൂപയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നോ? ഓ, അപ്പം മാമൻ ആ പണം എടുത്തു തന്നെയാണോ നീ പറയുന്നത്? മാമനത് മോഷ്ടിച്ചു എന്നല്ലല്ലോ ഞാൻ പറയുന്നത്. പിന്നെ നീ ഇപ്പം എന്താ പറഞ്ഞത്? പൊന്നാനന്ദേട്ടാ, ഗോമതി സ്റ്റോർ മാമന്റെ കൂടി കടയല്ലേ. മാമനൊരാവശ്യം വന്ന് 25,000 രൂപ മാമൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അക്കാര്യം മാമൻ എന്നോട് കൂടി ഒന്ന് പറയായിരുന്നു. എന്നെയല്ലേ ബാലച്ചൻ കടയിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നത് എന്ന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ കണക്ക് എഴുതുന്നത് ഞാനത് എഴുതി വെക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുക. ഇത് കാശിന്റെ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാകാത്തത് കൊണ്ടല്ലേ ഞാൻ പേടിച്ചു പോയത്. മാമൻ എത്ര കാലമായിട്ട് ഗോമതി സ്റ്റോറിൽ ജോലി ചെയ്യാം. മാമന് പെട്ടെന്നൊരു 25,000 രൂപയുടെ ആവശ്യം വന്നാൽ അതെടുക്കാൻ നിന്റെ അനുവാദം വേണോ എന്ന് ചോദിക്കുക. എൻ്റെ അനുവാദം എന്തിനാ മാമന്? എൻ്റെ അനുവാദം വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഇതാ ഇപ്പം നന്നായ. ഇപ്പം എല്ലാം എൻ്റെ കുറ്റമായോ? ഞാൻ ബാലച്ചന് കണക്ക് കൊടുക്കണ്ടേ? മാമന് ഇക്കാര്യം എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കണക്ക് കൊടുക്കുമ്പം മാമൻ്റെ പറ്റ 25,000 രൂപ ഞാൻ കൃത്യമായിട്ട് എഴുതി വെക്കുമായിരുന്നു. നിന്റെ ഒടുക്കത്തെ ഒരു പറ്റ 1 രൂപ എൻ്റെ മാമൻ മോഷ്ടിക്കില്ല. അത് നിനക്ക് അറിയാവോടി എന്ന് ചോദിക്കുക. ഈ 25,000 രൂപ പിന്നെ ഇത് എവിടെ പോയി എന്ന് ചോദിക്കുക. വേറെ എവിടെ പോകാനാ? ആ പണം നീ തന്നെ എടുത്തു. ആനന്ദേട്ടനെ ഈ പറയുന്നത്? ആനന്ദേട്ടാ, വെറുതെ ദൈവദോഷം പറയരുത് കേട്ടോ. ഞാൻ ആ പണം എടുത്തിട്ട് നമ്മുടെ മാമനെ പിടിച്ച് കള്ളനാക്കുവോ? അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവളാണോ ഞാൻ? നിന്റെ ഒരു മനസാക്ഷി? എടി,
നീ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ദേ ആനന്ദേട്ട വെറുതെ അനാവശ്യം പറയരുത്, പറഞ്ഞേക്കാം എന്ന് ദേവി പറയാ. എൻ്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥാനത്താ മാമനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഓ, അത്രയും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മാമനെ ഒരു 25,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ചതിക്കൂ എന്ന് ചോദിക്കാം. നീ ഇപ്പം എന്താ പറഞ്ഞേ? നിന്റെ സ്വന്തം സഹോദരൻ്റെ സ്ഥാനത്ത് കാണുന്ന മാമനെ നീ ചതിക്കുമെന്നോ? എടി, നിന്റെ കഴുത്ത് താല് കെട്ടിയ എന്നെ വളരെ വിദഗ്ധമായിട്ട് എത്ര കാലമായി അടി നീ പറ്റിച്ചത് എന്നപ്പം ദേവിയോട് ചോദിക്കാം. സ്വന്തം ഭർത്താവിനെ പറ്റിക്കാൻ നിനക്ക് യാതൊരുവിധ കുറ്റബോധം ഉണ്ടായിരുന്നില്ല. നിനക്ക് പാവം പിടിച്ച ആ മാമനെ പറ്റിക്കാൻ എന്തിനാടി കുറ്റബോധം എന്ന് ചോദിക്കുക. എടി, ഈ കാശേ നീ തന്നെ എടുത്തു മാറ്റിയതാ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. നിനക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ എന്ന് ചോദിക്കും. എനിക്കറിയാം ഇത് നീ തന്നെ എടുത്തത്. നീ നോക്കിക്കോ, നിന്റെ കള്ളത്തരം തെളിവ് സഹിതം ഞാൻ കണ്ടുപിടിക്കും. നീ ഇത്രയും വലിയൊരു പണി ഞങ്ങളുടെ മാമനിട്ട് കൊടുത്തതല്ലേ. നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല ആനന്ദേട്ടാ, ഞാൻ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടില്ല. നിന്റെ പൂങ്കണ്ടിരുന്നു എനിക്ക് കാണണ്ട. നിനക്ക് ഞാൻ ഇതിലും വലിയൊരു പണി തന്നിട്ടേ ഞാൻ ഇവിടുന്ന് ഇനി എങ്ങോട്ടാണെങ്കിലും പോകുള്ളൂ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന ദേവി തകർന്നു നിൽക്കുക. ആനന്ദേട്ടൻ തന്നെ ഒരു തരുമ്പ് പോലും വിശ്വസിക്കുന്നില്ലല്ലോ എന്നുള്ള വേദനയോട് കൂടിയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് കരയാണ് കേട്ടോ. പക്ഷെ മനസ്സുകൊണ്ട് ദേവിയും ധർമ്മൻ കാശിന് ആവശ്യം വന്നപ്പോൾ തന്നോട് പറയാതെ എടുത്തതാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതേ സമയം ഗോമതിയുടെ റൂമിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പം എൻ്റെ ധർമ്മനും പോയി, ആദ്യം അനു പോയി, ഓരോരുത്തരായിട്ട് പോവാ. എടോ, നമ്മൾ അവനെ മൂത്ത മകൻ്റെ സ്ഥാനത്തല്ലേ കണ്ടിട്ടുള്ളൂ. തെറ്റ് ചെയ്താൽ അച്ഛനമ്മമാർ മക്കളെ ശാസിക്കാറില്ലേ? അവരെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയല്ലേ ശാസിക്കുന്നത് എന്ന് ബാലനപ്പം ചോദിക്കുക. അതും മനസ്സിലാക്കാതെ വീട് വിട്ടു പോകുക വേണ്ടേ? അവനെ തെറ്റു പറയാൻ പറ്റില്ല ബാലേട്ടാ എന്ന് ഗോമതി അപ്പം പറയും. ഞാനും എങ്കിലും അവൻ്റെ കൂടെ നിൽക്കുമെന്ന് അവൻ കരുതി കാണും. ഞാനത് ചെയ്തില്ലല്ലോ. ഞാനും കൂടി അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴാണ് അവൻ ആകെ തകർന്നു പോയത്. എൻ്റെ തെറ്റാ എല്ലാം എന്ന് ഗോമതി പറയാണ് കേട്ടോ. അവനോട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്തത്. ഞാൻ അവനോട് ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു പോയതാ. പക്ഷേ അതിങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. സുകന്യാണെങ്കിൽ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. സംഭവങ്ങളൊക്കെ കൈവിട്ടു പോവുകയും ചെയ്തു എന്ന് പറയാം. അവന് 25,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ അവന് ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാലോ, ഞാൻ കൊടുക്കാതിരിക്കോ എന്ന് ബാലൻ പറയാണ് കേട്ടോ. ഇതിപ്പം അവൻ പറയാതിരുന്നതുകൊണ്ടല്ലേ, ഡീലർക്ക് കൊടുക്കാനുള്ള കാശെടുത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ബാലേട്ടാ, അവൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റ്. പക്ഷേ ഇതിപ്പം എല്ലാവരും അവനെ അപമാനിച്ച പോലെ ആയില്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ച് അവനെ ചോദ്യം ചെയ്തില്ലേ? അവനത് എത്രമാത്രം നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അവരാരും ധർമ്മൻ കാശെടുക്കില്ല എന്ന് വിശ്വസിക്കുന്നില്ല. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പം അവരോട് നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? ഇതും അവനോട് ക്ഷമിക്കേണ്ട കാര്യമായിരുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് ബാലൻ എഴുന്നേൽക്കുക. ബാലേട്ടൻ ഇത് എങ്ങോട്ടാ? ഞാനേ ധർമ്മനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാം. ഇപ്പം എങ്ങോട്ടും പോകണ്ട. അവനും വാശിയിലായിരിക്കും. ഇപ്പം ഒന്നിനും പോകണ്ട ബാലേട്ട എന്ന് പറയാം. ഇപ്പം ചെന്ന് വിളിച്ചാലൊന്നും അവൻ വരാനും പോകുന്നില്ല എന്ന് ഗോമതി പറയാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കാം. ഏതായാലും ഇന്നത്തെ രാത്രി കഴിയട്ടെ, നാളെ നമുക്ക് അവനോട് സംസാരിക്കാം. നാളെ രാവിലെ ബാലേട്ടൻ പോയി അവനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയാം. നമ്മളിവിടെ അവനെ ഓർത്ത് വേദനിക്കുന്ന പോലെ അവൻ നമ്മളെ ഓർത്ത് വേദനിക്കുന്നുണ്ടാകും എന്ന് ഗോമതി പറയാം. അതെ, ഞാനൊന്ന് വിളിക്കാൻ കാത്തിരിക്കുമായിരിക്കും അവൻ എന്ന് പറയാം. ഒന്ന് പിണങ്ങി ഇറങ്ങിപ്പോയിട്ട് ആ ഭാഗമായിട്ട് അവൻ തിരിച്ചൊരു വരവ് വന്നത്. അതുപോലെ ഇത്തവണ ഞാൻ വിളിക്കാൻ കാത്തിരിക്കുമായിരിക്കും. ചിലപ്പം നാളെ വിളിക്കുന്നതിന് മുന്നേ അവൻ കയറി വരാനും മതി എന്നും പറയാം. അവൻ സ്വയം തോന്നി ഇങ്ങോട്ട് വരുന്നതും നോക്കിയിരിക്കണ്ട. ബാലേട്ടൻ അങ്ങോട്ട് ചെന്ന് അവനെ വിളിക്കണം എന്ന് ഗോമതി പറയാണ് കേട്ടോ. ഞാൻ വിളിക്കാം. നമ്മുടെ കൂടെ തന്നെ ദേവമംഗലത്തേക്ക് വന്നത് അവൻ. ഈ നിമിഷം വരെ നമ്മുടെ കൂടെയാണ് നിന്നത്. മരണം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് ഗോമതി പറയാ. എടോ, താൻ സമാധാനമായിട്ടിരിക്കുക. നാളെ രാവിലെ തന്നെ ഞാൻ അവനെ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് ബാലൻ ഗോമതിക്ക് വാക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സമാധാനത്തോടെ ഗോമതി അവിടെ കിടക്കുകയാണേ. ഇതേ സമയം അനുശ്രീയാണെങ്കിൽ റൂമിലിരുന്ന് കരയുക. അപ്പോൾ ഇത് കണ്ടോണാണ് അലോക് റൂമിലേക്ക് വരുന്നത്. അവൾ കരയുന്ന കാണുന്ന അലോക് അവിടെ തന്നെ നിൽക്കും. പറ്റിയ സമയം, ഇവളെ കുറച്ച് ടെൻഷൻ അടിപ്പിക്കാൻ ഇപ്പം ഉപകാരപ്പെടും എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുക. എന്നിട്ട് എന്നെ അകത്തേക്ക് ഒന്നും അറിയാത്ത പോലെ കയറി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് അനുവിനെ ഒന്ന് നോക്കുവാണേ. അപ്പോൾ അലോക് കയറി ചെന്നതൊന്നും അനുശ്രീ ശ്രദ്ധിക്കുന്നു പോലുമില്ല. രണ്ടെണ്ണം ഇവളോട് പറയണം, ഇവളുടെ സമാധാനം കളയണം എന്ന് അലോക്
വീണ്ടും മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അലോകിനെ അനു ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ ആകെ ഒരു ശോകം? ഓ, ദുഃഖം തലയ്ക്ക് പിടിച്ചോ? കൊച്ചച്ഛൻ വന്നതിൻ്റെ വിഷമമാണോ നിനക്ക് എന്ന് അലോക് ചോദിക്കും. ആ, അടിമത്താവളത്തിൽ നിന്നും ഞങ്ങളുടെ കൊച്ചച്ഛൻ രക്ഷപ്പെട്ടു, അങ്ങനെ അങ്ങ് ചിന്തിക്കുക എന്ന് പറയാം. അതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത്. ഓ, അവളുടെ ഒരു ദുഃഖം. ആ, കൊച്ചച്ഛനിത് വേണം. ദേവമംഗലത്തിന് വേണ്ടി ചത്ത് കിടന്ന് ജോലി ചെയ്തതല്ലേ. ദേവമംഗലം എന്ന് വെച്ചാ കൊച്ചച്ഛന് ദേവലോകം പോലായിരുന്നു. ആ, അച്ഛൻ ആ ബാലൻ ദേവനും പിന്നെ ഗോമതി എന്ന് വെച്ചാലോ, അയ്യോ, ആരായിരുന്നു? സരസ്വതിയും മഹാലക്ഷ്മിയും ഒരുമിച്ച് ചേർന്ന സ്ത്രീരൂപം. എന്നിട്ട് എന്തായി? അയ്യോ, ന്യായവും സത്യവും വിട്ട് അവിടെ ആരും ഒന്നും ചെയ്യില്ല അത്രേ. നന്മ താളം കേട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ, അതുകൊണ്ട് തറയിൽ പോലും ചവിട്ടത്തില്ലായിരുന്നല്ലോ അവിടെ ഉള്ളവരാരും. അവസാനം എന്തായി? കൊച്ചച്ഛനിത് വേണം. നന്മക്കാരെല്ലാവരും കൂടി ആ പാവ മനുഷ്യനെ പാതിരാത്രി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുന്നു. എന്താ മാന്യത! ഒന്ന് വെറുതെ ഇരിക്കാലോ എന്ന് അനുശ്രീ പറയും. അയ്യടാ, അയ്യോ, ഇങ്ങനെ പാവമായിട്ട് സംസാരിക്കാൻ നിനക്ക് പറ്റുമല്ലേ? അയ്യോ, 8 കൈയും 10 തലയായിട്ട് ഭദ്രകാളി ഉറഞ്ഞു തുള്ളിയ പോലെ തുള്ളുന്ന ആളിതാ ഇന്ന് പഞ്ചഭുജം അടക്കി അട്ടയെ പോലെ ചുരുണ്ടുകൂടിയിരിക്കുന്നു. ഹഹ, എടി ഇങ്ങനെ തന്നെ വേണം. അല്ല, നിന്റെ അഹങ്കാരമൊക്കെ തീർന്നോടി എന്ന് ചോദിക്കുക. എടി, ഇനി എന്നോട് ആളാകാൻ വന്നാലേ കൊച്ചച്ഛനോട് നിന്റെ അച്ഛൻ കാണിച്ചതിന് ചേർത്ത് ഞാൻ നിനക്ക് തിരിച്ചു തരൂടി എന്ന് അനുവിനോട് പറയാ. എന്നാലും ആ ബാലൻപിള്ള കളിച്ച കളി അത് കളിയായിപ്പോയി. കൊച്ചച്ഛനെ ഇറക്കി വിടണമെങ്കിൽ അത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ കള്ള നാടകമൊക്കെ കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അലോക്, നീ എനിക്ക് ഇച്ചിരി സമാധാനം തന്നില്ലെങ്കിൽ ഞാൻ പുറത്തു പോയി കിടക്കുവേ എന്ന് പറയും. പോയിക്കോ, നീ പോയി കിടന്നോ, പുറത്തു പോയി കിടന്നോ, നീ എവിടെ കിടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ലടി എന്ന് പറയാം. അപ്പം അനുശ്രീ ആണെങ്കിൽ ഒരു തലേണയും ബെഡ്ഷീറ്റും എടുത്ത് പോകാനായിട്ട് തുടങ്ങുക. അപ്പം അലോക് ചോദിക്കും, പുറത്ത് നീ എവിടെ പോയി കിടക്കൂടി? കൊച്ചച്ഛൻ വന്നതുകൊണ്ടേ റൂമുകളെല്ലാം ഫുള്ളാ. വരാന്തയിൽ കിടക്കാനാ പ്ലാനെങ്കിൽ ആയിക്കോ, നീ പോയി കിടന്നോടി എന്ന് പറയാം. പെട്ടെന്ന് അനു അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങും. ഒന്ന് നിന്നേ, പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നീ പുറത്ത് കിടന്ന നമ്മുടെ റൂമിൽ നടക്കുന്നതെല്ലാം പുറത്തറിയും. അതറിയണമല്ലോ. എന്നാലല്ലേ ഈ തടവറയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടൂ. പൊക്കോ, ഒളിച്ചു വെച്ചതൊക്കെ എല്ലാവരും അറിയട്ടെ. പൊയ്ക്കോ, പോയി കിടന്നോ എന്ന് പറയൂ അലോക് അനുശ്രീയോട്. അപ്പം അനുവാണെങ്കിൽ തിരിച്ച് റൂമിലേക്ക് തന്നെ വരിക. എന്താടി, നിനക്ക് പുറത്ത് പോയി കിടക്കണ്ടേ എന്ന് അലോക് വീണ്ടും അനുവിനോട് ചോദിക്കുക. അപ്പം അനുവാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആ ബെഡിലേക്ക് തന്നെ കയറി കിടക്കണം കേട്ടോ. അയ്യോ, ഒരു പഞ്ചഭാവം വന്നിരിക്കുന്നു. ഒരു കാര്യം, ഇനി എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ വീട്ടുകാർ കൊച്ചച്ഛനോട് ചെയ്തതോട് കൂട്ടി അതിൻ്റെ പലിശയും കൂടി ചേർത്തായിരിക്കും നിനക്ക് ഞാൻ ഇനി തരാൻ പോകുന്നത്. നീ ഇനി സമാധാനത്തോടെ ഇവിടെ ജീവിക്കില്ലടി എന്ന് പറയാ. അയ്യോ, അവൾ എ സിയിലേ കിടക്കത്തുള്ളൂ. അപ്പോൾ എ സി ഇട്ടിട്ടുണ്ടേ അവളുടെ റൂമിൽ. നീ അങ്ങനെ ഇപ്പം തണുപ്പ് കൊള്ളണ്ട. ഞാൻ എ സി നിർത്തിയടി, നീ ചൂട് എടുത്ത് ഇവിടെ കിടന്നാൽ മതി. അവൾ അവിടെ കിടക്കുന്നു. എന്തൊരു സമാധാനം! ഈ കരച്ചിൽ കേൾക്കാൻ എന്തൊരു സമാധാനം! ഇങ്ങനെ തന്നെ വേണം എന്നും പറഞ്ഞ് അലോക് അവിടെ കിടന്ന് ചിരിയോട് ചിരിയാണ് കേട്ടോ. അനുശ്രീക്കാണ് അലോകിനോട് പൊരുതാനുള്ള ശക്തിയൊന്നുമില്ല. അവിടെ കിടന്ന് പാവം കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ റൂമിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം സുകന്യ ധർമ്മനുള്ള ചായയൊക്കെ ആയിട്ട് റൂമിലേക്ക് വരിക. ഇതാ ചായ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുക. ധർമ്മേട്ടൻ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ചോദിക്കുക. സത്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഇത് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്, ആഘോഷിക്കേണ്ട ദിവസമാണ് എന്ന് സുകന്യ പറയും. ദേവമംഗലം എന്ന തടവറയിൽ നിന്ന് ജീവപര്യന്തം തടങ്കലിൽ പെട്ട് കിടക്കുമായിരുന്നു നമ്മൾ. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. ഇത്ര പെട്ടെന്നൊരു ദിവസം നമുക്കൊരു മോചനം കിട്ടി. നമ്മൾ സത്യത്തിൽ സന്തോഷിക്കണം. ത്തിൽ ആ വാച്ച് ഗിഫ്റ്റായിട്ട് ചോദിക്കുമ്പോഴും ധർമ്മേട്ടൻ എനിക്കത് മേടിച്ച് തരുമ്പോഴും ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാകുമെന്ന്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചതും ഇവിടെ ജീവിക്കാനാ എന്ന് സുകന്യ പറയും കേട്ടോ. അപ്പം ധർമ്മൻ ഇതിനൊന്നും മറുപടി പറയാതെ നിൽക്കുവാണ് ചായയും കുടിച്ചുകൊണ്ട്. എൻ്റെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ കള്ളവെന്ന് ആള് ഇന്നത്തെ സൂര്യോദയം കാണത്തില്ലായിരുന്നു എന്ന് സുകന്യ ധർമ്മനോട് പറയാം. 25,000 രൂപ കട്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു കള്ളക്കഥയാ. എനിക്കറിയാം. ധർമ്മേട്ടനെ ഒരു കള്ളനാക്കാൻ വേണ്ടി കരുതി കൂട്ടി ഉണ്ടാക്കിയ ഒരു കഥ. ദേവിയും ബാലേട്ടനും എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ കഥ.
അതെ, അങ്ങേര് കരുതിയത് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ധർമ്മേട്ടൻ ആ കുറ്റം അങ്ങ് ഏൽക്കുന്ന, എന്നിട്ട് ആയുഷ്കാലം മുഴുവനും ശമ്പളം വാങ്ങാതെ ഗോമതി സ്റ്റോറിൽ അടിമപ്പണിയും ചെയ്ത് കിടക്കുന്ന. അതിനാ ധർമ്മേട്ടൻ ഒരു തിരുത്തുണ്ടാക്കിയത്. ഇങ്ങനൊരു ഇറങ്ങിപ്പോക്ക് അയാളും ഭാര്യയും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ധർമ്മേട്ടനെ ഇപ്പോഴാ ഒരാണായത് എന്നും പറഞ്ഞ് സുകന്യ ധർമ്മനെ പിരികേറ്റു കേട്ടോ. ഇനി ഈ വലിയ വീട്ടിൽ കൂടുതൽ സൗകര്യത്തോടെയാണ് നമ്മുടെ ജീവിതം. ഇവിടെ എല്ലാവരും നമുക്ക് സപ്പോർട്ടാ, അനുശ്രീ ഒഴികെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ടും ഒന്നും ധർമ്മം മിണ്ടുന്നില്ല. ഇപ്പോഴും അനുശ്രീ പറയുന്നതേ ബാലേട്ടൻ പറഞ്ഞത് വേറെ ഏതോ അർത്ഥത്തിലാണെന്ന്. അവളുടെ അച്ഛൻ അങ്ങനൊന്നും ഒരിക്കലും അവളുടെ മാമനോട് പറയില്ലെന്നൊക്കെയാ അവൾ പറയുന്നത് എന്ന് സുകന്യ പറയാണ് കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, ധർമ്മേട്ടൻ ചായ കുടിച്ച് ഒന്ന് ഉഷാറാക്. ദേ വിഷമമൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിക്കള. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇനിയിപ്പം അടുത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ളതാ. എല്ലാവർക്കും കൂടി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ദേ ചായ കുടിക്കുക, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, എല്ലാവരും അടുക്കളയിലുണ്ട് എന്ന് പറയാൻ കേട്ടോ. ധർമ്മൻ ഒരക്ഷരം മിണ്ടാതെ വീണ്ടും ആലോചിച്ചിരിക്കുക. ഇതേസമയം രാവിലെ തന്നെ ധർമ്മനെ കാണാനായിട്ട് നമ്മുടെ ബാലൻ കൃഷ്ണമംഗലത്ത് അടുത്തേക്ക് ചെല്ലുവാണേ. അപ്പോൾ ബാലനാണെങ്കിൽ പുറത്ത് നിൽക്കുന്നത് ധർമ്മൻ പുറത്തേക്ക് വരുമ്പം കാണുന്നുണ്ട് കേട്ടോ, പക്ഷെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ ഗോമതിയും ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക ധർമ്മനെ വിളിക്കാനായിട്ട്. രണ്ടുപേരും വിളിക്കുന്നുണ്ടെങ്കിലും ധർമ്മനാണ് അവരെ രണ്ടുപേരെ മൈൻഡ് ചെയ്യുന്നില്ല. പെട്ടെന്ന് കൃഷ്ണമംഗലത്ത് നിന്ന് എല്ലാവരും ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇതേസമയം ദേവമംഗലത്തുള്ളവരും ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുക. ധർമ്മ, ഇന്നലെ രാത്രി സംഭവിച്ചതൊക്കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം എന്ന് ബാലൻ പറയാണ് കേട്ടോ. പക്ഷെ ധർമ്മൻ ഒരക്ഷരം മിണ്ടുന്നില്ല. നിനക്ക് എൻ്റെ രീതി അറിയാലോ, ഗോമതിയോടാകട്ടെ പിള്ളേരോടാകട്ടെ നിന്നോടാകട്ടെ ദേഷ്യം വരുമ്പം ഞാൻ പെട്ടെന്നങ്ങ് പ്രതികരിക്കും. അത് നീ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ധർമ്മൻ ഇതിനൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ലേ. അപ്പോൾ അനുശ്രീയും ഇതെല്ലാം കണ്ടുകൊണ്ട് കൃഷ്ണമംഗലത്ത് നിൽക്കുന്നുണ്ട്. പഴയ പല അനുഭവങ്ങളും നിനക്ക് ഓർമ്മയുള്ളതല്ലേ എന്ന് വീണ്ടും ചോദിക്കുക. എടാ, നിന്നെ തെറ്റിദ്ധരിച്ചിട്ടല്ല ഞാൻ പൈസയുടെ കാര്യം ചോദിച്ചതൊന്നും, പെട്ടെന്ന് കാണാതായപ്പോൾ ഞാൻ ചോദിച്ചതാ. എടാ, നിൻ്റെ മേലുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാനത് ചോദിച്ചത്, പക്ഷെ നിനക്കത് വിഷമമാകുമെന്ന് ഞാൻ കരുതിയില്ല. എടാ മോനെ, അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, നീ തിരിച്ച് വാടാ എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, ഇല്ല, ഇനി ഞാൻ ദേവമംഗലത്തേക്ക് വരില്ല, സുഖിനെ വിളിച്ചുകൊണ്ട് നീ വാടാ എന്ന് വീണ്ടും പറയാം. അല്ല, നിങ്ങൾ ആരാ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് വീണ്ടും പറയാം. കേൾക്കുന്ന ബാലൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. ബാലൻ്റെ അന്തം വിട്ടുള്ള നിൽപ്പ് കാണുമ്പോൾ ഗോമതി അടുത്തേക്ക് ചെല്ലുക. എടാ, നിനക്ക് ഞങ്ങളോടുള്ള ദേഷ്യം മാറിയില്ലേ? ബാലേട്ടൻ നേരിട്ട് നിന്നെ വിളിക്കാൻ വന്നില്ലേടാ എന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ധർമ്മൻ ഒന്നും മിണ്ടില്ല കേട്ടോ. തനിക്ക് ഒരു പരിചയമില്ലാത്ത ആരോട് സംസാരിക്കുന്ന പോലെ നിൽക്കുക. പെട്ടെന്ന് മീനു അടുത്തേക്ക് വരിക. മീനു പറയും, മാമൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും, ഞങ്ങളുടെ വിഷമം മാമനും മനസ്സിലാക്കണം എന്ന് പറയാണ് കേട്ടോ. ആരിനും അടുത്തേക്ക് ചെല്ലാണ്. മാമ പ്ലീസ് അടുത്തേക്ക് വരണം എന്ന് മീനു വീണ്ടും പറയാം. ഇന്നലെ പണം നഷ്ടപ്പെട്ടത് വേറെ എങ്ങനെയോ സംഭവിച്ചതാ മാമ, അതിവിടെ എല്ലാവർക്കും മനസ്സിലായി, അച്ഛനും മനസ്സിലായി എന്ന് ആരിനും പറയാണ് കേട്ടോ. മാമൻ തിരിച്ചു വരണം, മാമനില്ലാതെ ഞങ്ങൾക്ക് എന്ത് സന്തോഷമുള്ളത്. ദേ മാമ, അച്ഛൻ ബാങ്കിൽ നിന്ന് കാശ് കൊണ്ടുവന്നപ്പം ചിലപ്പം കയ്യിൽ നിന്ന് പോയതായിരിക്കും എന്ന് ആകാശം അവിടെ നിന്ന് പറയാം. പക്ഷേ ഇതിനൊന്നും ധർമ്മൻ ഒരു മറുപടി പറയുന്നില്ല. അപ്പം ഇത്രയും പറയും, കൊച്ചച്ഛനില്ലാതെ ദേവമംഗലം ഇപ്പം ഉറങ്ങിയതുപോലെയായി, തിരിച്ച് വാ കൊച്ചച്ച എന്ന് മിത്രയും വിളിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ധർമ്മൻ എല്ലാവരോടുമായിട്ട് പറയാം. പട്ടുവിരിച്ച് എതിരേറ്റ് കൊണ്ടുപോകാൻ നിൽക്കുന്നവർ ഇത് കേൾക്കണം എന്ന് ധർമ്മൻ അപ്പോൾ പറയാണ് കേട്ടോ. അപ്പോൾ ധർമ്മൻ്റെ ഭാവമാറ്റത്തിൽ ദേവമംഗലത്തുള്ളവരൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് പെട്ടെന്നാണ് അലോകും കൃഷ്ണമംഗലത്ത് നിന്ന് വന്നത്. ഒരിക്കലും ഉണക്കാത്ത മുറിവ് ഈ നിൽക്കുന്ന മനുഷ്യൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ മുറിവിൽ നിന്നും ചോര കിനിയുക ഓരോ നിമിഷവും. എന്നെ ബുദ്ധിയില്ലാത്തവനെന്ന് വിളിച്ചോ, നന്ദിയില്ലാത്തവനെന്ന് വിളിച്ചോ, സ്നേഹമില്ലാത്തവനെന്ന് വിളിച്ചോ, എന്ത് വേണേലും നിങ്ങൾ വിളിച്ചോ, പക്ഷെ നിങ്ങൾ എന്നെ ഇന്നലെ വിളിച്ചത് ഒരു കള്ളനെന്നാ. ഒരു കള്ളനെന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അത് മറക്കില്ല, മാപ്പ് കൊടുക്കേയില്ല. എടാ ധർമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ലടാ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കണ്ടും കെട്ടും അലോകനങ്ങ് രസം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മം പറയും, ജീവിതവും ജീവനും ഗോമതി സ്റ്റോർ എന്ന ബാലൻ എന്ന മനുഷ്യന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളാണ് ഞാൻ. അത്രയേറെ ആ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചു. അളിയനെന്നല്ല, നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛനായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ തവണ അളിയനെന്ന് വിളിക്കുമ്പോഴും മനസ്സുകൊണ്ട് ഉച്ചരിച്ചിട്ടുള്ളൂ. ഈ നിൽക്കുന്ന ഗോമതി എൻ്റെ അമ്മയും. പക്ഷേ ഇന്നലെ എനിക്ക് മനസ്സിലായി അതൊക്കെ എൻ്റെ മാത്രം തോന്നലുകളാണെന്ന്. നിങ്ങളുടെ മനസ്സിൽ ഞാനോ ആരായിരുന്നു എന്ന് അവരോട് തിരിച്ചു ചോദിക്കാം.
വേണമെങ്കിൽ നിങ്ങളുടെ പണം പോലും മോഷ്ടിക്കാൻ മടിക്കാത്ത ഒരു കള്ളം മാത്രമായിരുന്നു. അപ്പോൾ ഗോമതി വാ പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത്രയ്ക്കുള്ള സ്ഥാനമേ നിങ്ങളുടെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇല്ലേ എന്ന് ചോദിക്കുക. എടാ ദേ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിക്കാത്ത അർത്ഥമൊന്നും നീ കൊടുക്കണ്ട എന്ന് ബാലൻ പറയാം. ഉദ്ദേശിക്കാത്ത അർത്ഥമാണല്ലേ കാണാതായ പൈസ നീ എടുത്തോ എന്ന് ചോദിച്ചത്, പിന്നെ എന്ത് ഉദ്ദേശിച്ച എന്ന് വീണ്ടും ധർമ്മൻ ബാലനോട് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ബാലൻ എന്തു പറഞ്ഞു മനസ്സിലാക്കണമെന്ന് ഇപ്പോഴും അറിയില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാച്ച് വാങ്ങി കൊടുത്തതേ എൻ്റെ അധ്വാനത്തിൽ നിന്നുള്ള പൈസയ്ക്കാണ്, അല്ലാതെ നിങ്ങളുടെ കാശ് ഞാൻ എടുത്തിട്ടല്ല. അതിന് ഒരു ഗോമതി സ്റ്റോർ ബാലൻ്റെ മേശവരപ്പിൽ നിന്നും കാശ് വലിച്ചെടുക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് തന്നെ പോയി ചോദിക്കുക ആ കാശ് എങ്ങോട്ട് പോയി എന്ന് ധർമ്മം പറയാണ് കേട്ടോ. കണക്ക് പറഞ്ഞാൽ ലക്ഷങ്ങൾ ഇങ്ങോട്ടായിരിക്കും ബാലൻ എനിക്ക് തരാനുള്ളത്. അത്രയ്ക്കും അടുപ്പപ്പണി ഞാൻ ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്ന് ധർമ്മം പറയുക. ഇത് കേൾക്കുന്ന ബാലൻ തല ഉയർത്തി എന്താ ഇവൻ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി കൃഷ്ണമംഗലത്തുള്ളവർ നിൽക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.